റിയലിസ്റ്റിക് ട്രാവലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ യാത്രയും ഒരു BTC ബഡ്ജറ്റ് യാത്രയാണ്. ഒരുപാട് നാളായിട്ട് മനസ്സിൽ വിചാരിച്ചിട്ട് പോകാൻ പറ്റുന്ന ഒരു യാത്രയാണ്. അതായത് പറയുന്നത് നമ്മുടെ ഇലവിഴ പൂഞ്ചിറ സിനിമ ഇറങ്ങിയതിന് ശേഷം കോട്ടയത്തുള്ള ഇലവിഴ പൂഞ്ചിറയെ കാണാൻ വേണ്ടി പോവുകയാണ്. ഇലവിഴ പൂഞ്ചിറ മാത്രമല്ല ഇതിലുള്ള യാത്ര എന്ന് പറയുന്നത് ഇല്ലിക്കൽ കല്ലും അരീക്കൽ കേവ്, അരീക്കൽ വാട്ടർഫാൾസ്, അങ്ങനെ എന്താ പറയുക, ഇവർ പ്ലാൻ ചെയ്തത് ഇലവിഴ പൂഞ്ചിറയാണെങ്കിലും എപ്പോഴും BTC യാത്ര എന്ന് പറയുന്നത് ഒരു കൂട്ടം യാത്രകളായിട്ട്, അതായത് ഒരു പകല് മുഴുവനായിട്ടുള്ള യാത്രകളാണ് എപ്പോഴും സംഘടിപ്പിക്കാറ്. അപ്പം കേരളത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് ഇലവിഴ പൂഞ്ചിറയിലേക്ക് അല്ലെങ്കിൽ ഇല്ലിക്കല്ലിലേക്ക് ഒരു KSRTC BTC യാത്ര നടത്താറുള്ളത്. സ്ഥിരം നടത്താറ് മൂന്നാർ, മലക്കപ്പാറ, എന്താ പറയുക, നമ്മുടെ വാഗമൺ യാത്രകളും അങ്ങനത്തെ യാത്രകളാണ്. അപ്പോൾ ആ യാത്രകളൊക്കെ ഒരുവിധപ്പെട്ട എല്ലാവരും യാത്ര ചെയ്തു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വ്യത്യസ്തമായ BTC യാത്രയാണ് നിങ്ങൾ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ചാലക്കുടി നിന്നിട്ടുള്ള ഇലവിഴ പൂഞ്ചിറ ഇല്ലിക്കൽ യാത്ര പോകുന്നതാണ്. അപ്പം ഞാനിപ്പം യാത്ര പോകുന്ന ആദ്യത്തെ യാത്രയാണ് ഡിസംബർ 9 രാത്രിയാണ്. അപ്പം ഡിസംബർ 10 രാവിലെ 6 മണിക്ക് ചാലക്കുടി ഡിപ്പോയിൽ നിന്ന് പുറപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇവിടെ നിന്ന് രാത്രി 12:30 ചെന്നൈ എഗ്മോർ ട്രെയിനിൽ കയറി. എനിക്ക് കുറച്ച് വളഞ്ഞ് ചിന്ത പറയില്ല, വളഞ്ഞ് മൂക്കി പിടിക്കുക പറയില്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അതായത് ഞാൻ കേരളത്തിന് അങ്ങോട്ട് പോയിട്ട് വടക്കോട്ട് പോയിട്ട് വീണ്ടും തെക്കോട്ട് വരാണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. എന്നാലും ഇലവിഴ പൂഞ്ചിറയിലെ ഫസ്റ്റ് ഒരു യാത്രയൊന്നും ഞാൻ പോകാത്തൊരു മേഖല ആയതുകൊണ്ട് ആ കാഴ്ച വളരെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഉള്ളവർക്കും പോകാൻ കഴിയുന്നു. ഈ മാസം തന്നെ, അടുത്ത മാസം 17 ഇലവിഴ പൂഞ്ചിറയുണ്ട്. ഞാൻ പോകുന്നത് ഇപ്പോൾ 10. ഈ വീഡിയോ ഏതാണ്ട് 17 മുമ്പായിട്ട് ഇറങ്ങുമെന്നാണ് ഇറക്കാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഞാൻ ഒരുപാട് പറയുന്നില്ല. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഞാൻ നേരെ പോയിട്ട് അങ്കമാലിയിൽ ഇറങ്ങും. ചാലക്കുടി പോകേണ്ടതില്ല, അങ്കമാലി വഴി നമ്മുടെ തൊടുപുഴ വഴി മുട്ടം എന്നൊക്കെ പറയുന്ന ഒരു പ്രദേശം വഴി കോട്ടയം ജില്ലയിലാണ് ആദ്യം പോകുന്നത്. നമ്മൾ ഇല്ലിക്കല്ലിലേക്കാണ് പോകണമെന്ന് പറഞ്ഞത്. അപ്പോൾ ആ യാത്രയിലേക്കുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. രാത്രി 12:30 ട്രെയിന്. അപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഇതുവരേക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന ഇതേപോലത്തുള്ള ബഡ്ജറ്റ്, ടൂറിസം, ട്രാവൽ വ്ളോഗ് എൻ്റെ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. എൻ്റെ 2 ആൺകുട്ടികളുടെ മക്കളാണ്. നിങ്ങൾ നേരത്തെ ഇൻട്രോ പറയുന്ന സമയത്ത് ചെറിയൊരു വിളി കേട്ടില്ലേ? ഈ ഇളയാളുടെ വിളിയാണ്. ഇവന്മാരെ കെട്ടിട്ടാണ് യാത്ര ചെയ്യുന്നത്. എന്താ പറയാ, ഒരു കരയണത് എന്തിനാണോ അമ്മയെ കണ്ടില്ല എന്നുള്ള നേരത്തെ കരഞ്ഞാണെന്നാണ്. പറ അരിശ്, എന്തെങ്കിലും പറ അരിശ്. പറ അരിശ്. അരിശ് pre-KG ആവേണ്ട പ്രായമുണ്ട്. 4 വയസ്സാണ്. ഇവന് 2 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. ടാറ്റ പറ, ടാറ്റ ടാറ്റ പറ, ടാറ്റ പറ അക്ഷിത്ത, ടാറ്റ പറടാ. നമ്മുടെ പ്രഭാത ഭക്ഷണം കഴിഞ്ഞു. അതിന്റെ ഒരു സന്തോഷം എല്ലാവരുടെയും മുഖത്തുണ്ട്. പൈസ കൊടുത്തതിന്റെ ഒരു വിഷമം മാത്രമേ എന്റെ മുഖത്തുള്ളൂ. തികഞ്ഞില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇനിയിപ്പോ നേരെ പോകുന്ന മൂവാറ്റുപുഴ ടൗണിലേക്കാണ്. മൂവാറ്റുപുഴ ടൗണിൽ ചെന്ന് ആദ്യമായി ജംഗിൾ സഫാരിയുടെ നമ്മുടെ കാടും പടലവും മറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വസ്തുക്കൾ എല്ലാം ഇവിടെ ഉണ്ട്. ജസ്റ്റ് വേണമെങ്കിൽ ഒരു ഫോട്ടോ ഒക്കെ എടുത്തോളൂ. നല്ല മനോഹരമായിട്ടുള്ള ശില്പങ്ങളാണ്. വട്ടവടയാണത്. അപ്പൊ ഇതോ ഓക്കെ. അപ്പൊ നമ്മള് മൂവാറ്റുപുഴയിൽ ചെന്ന് മൂവാറ്റുപുഴയിൽ നിന്ന് വലതുവശത്തേക്ക് തിരിഞ്ഞ് ഇങ്ങോട്ടേക്ക് ആരെങ്കിലൊക്കെ പോകാനുണ്ടെങ്കിൽ വഴി കൂടി പറഞ്ഞു തരാം കേട്ടോ. മൂവാറ്റുപുഴയിൽ നിന്ന് വലതുവശത്ത് പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു 9 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മൾ കൊച്ചരീക്കൽ എന്ന് പറയുന്ന കേവ്സിലെത്തും. നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഒട്ടും വെയിൽ ഏൽക്കാത്ത നല്ല വലിയ വലിയ വൃക്ഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന, അതിന്റെ വേരുകൾ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു ഗുഹയാണ് കൊച്ചരീക്കല്. പറയുന്നതിലും കൂടുതൽ കണ്ട് ആസ്വദിക്കാവുന്ന ഒരു സ്ഥലമായതുകൊണ്ട് അധികം വർണ്ണിക്കുന്നില്ല.
അപ്പൊ നിങ്ങളുടെ ഭാവന വളർത്തിക്കൊണ്ട് പോയാലേ നിങ്ങൾ പ്രതീക്ഷിച്ചത്ര ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നില്ല. അപ്പൊ നമ്മള് പച്ചരീക്കൽ കേവ്സ് ആണ് നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇത്രയൊക്കെ ക്ഷീണിച്ചു വന്നല്ലേ, നമ്മുടെ ഒരു അടിപൊളി ഒരു ഹിന്ദി പാട്ട് കേട്ടാലോ? ഓക്കെ, ശിവ मेरे सपनों के रानी कब आएगी तू, आए रुत मस्तानी कब आएगी तू, बीती जाए जिंदगानी कब आएगी तू, चलिया तू चलिया, मेरे सपनों की रानी कब आएगी तू, आए रुत मस्तानी कब आएगी तू, बीती जाए जिंदगानी कब आएगी तू. ആളും പിന്നെ വിനോദേട്ടനും രണ്ടുപേരുടെ ബനിയൻ ശ്രദ്ധിച്ചില്ലേ? ഞാൻ ആ ബനിയൻസും കൂടെ ഒന്ന് വായിക്കാം. ആള് പ്രിന്റ് ചെയ്തുണ്ട്. ഒരു മലയാളി ആകണമെങ്കിൽ KSRTC ബസ്സിൽ ഒരിക്കലും യാത്ര ചെയ്യണം. അത്ര മനോഹരമായ രീതിയിൽ ആള് എത്രമാത്രം കാശ് കൊടുത്തിട്ടാണ് ഒരു പ്രിന്റ് ചെയ്തേക്കണെന്നുള്ളത് എനിക്കറിയില്ല. ഇതിനു മുമ്പ് നമ്മള് കൊളുക്കുമലയ്ക്ക് പോയപ്പോഴായിരുന്നു അല്ലെ? കൊളുക്കുമലയ്ക്ക് പോയ സമയത്ത് ശിവ ചെയ്ത് വെച്ചാല് അതൊരു 10-14 ട്രിപ്പ് KSRTC ചാലക്കുടിയിൽ പോയിട്ടായിരുന്നു. മിനിമം ഫുള്ള് ചാലക്കുടിയിൽ നിന്ന് പോയ എല്ലാ സ്ഥലത്തെയും പേരുകൾ ട്രിപ്പ് പോയ സ്ഥലത്ത് പ്രിന്റ് ചെയ്തിട്ട് എന്നുള്ളൊരു പെരീനായിരുന്നു ശിവ ഇട്ടത്. ശിവ ഐ ലവ് യു. പക്ഷെ ഇങ്ങനെ കുറെ സ്ഥലങ്ങള് കേരളത്തിൽ ഇരുന്നിട്ട് തന്നെ ഞാൻ കാണാണ്ടിരിക്കുന്നത് ഭയങ്കര മോശമായിരുന്നു. ഇതിപ്പോ KSRTC ബഡ്ജറ്റ് ടൂറിസം തുടങ്ങിയ ശേഷമാണ് എനിക്ക് ഇങ്ങനെയൊക്കെ കാണാൻ നടക്കേണ്ട മാറി കിട്ടി. അപ്പൊ അതിന് 1 കോടി നന്ദിയുണ്ട് ഡൊമിനിക് സാർ. ഓക്കെ, ഇപ്പൊ നമ്മള് എന്തായാലും ഞാൻ അധികം കൂടുതലായിട്ട് വർണ്ണിക്കാത്ത കാര്യങ്ങൾ, നമ്മൾ ഒത്തിരി സ്ഥലങ്ങൾ നമ്മൾ ചാലക്കുടിയിൽ നിന്ന് പോയിട്ടുണ്ട്. കേരളത്തില് ഇതുപോലെ ബഡ്ജറ്റ് ടൂറിസം എന്ന് തുടങ്ങാൻ കാരണം ഇതുപോലെ കേരളത്തിലുടനീളം KSRTC ബസ്സുകള് ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് വരാൻ കാരണം ചാലക്കുടിയിൽ നിന്ന് തുടങ്ങിയ മലക്കപ്പാറയാണ് കാരണം. ആ മലക്കപ്പാറ ജനങ്ങൾ ഏറ്റെടുത്തു, സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കേരളം മൊത്തം നടക്കുന്ന അവിടെ ടൂറിസം. അതിൽ നമുക്ക് ഒത്തിരി സുഹൃത്തുക്കള്, ഒത്തിരി പേര് സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാര്. അത് ഞാനല്ല പറയേണ്ടത്, നിങ്ങളാണ് പറയുന്നത്. അപ്പോ എനിക്കും ഇതൊരു ഹരമായി മാറി. കാരണം ഈ യാത്രകൾ കൊണ്ടുപോവുക എന്നതിലപ്പുറം യാത്രയിലുടനീളം കിട്ടുന്ന ഈ സുഹൃത്ത് ബന്ധം അത് നിലനിർത്തിക്കൊണ്ടുപോവാ എന്നുള്ളതാണ്. ഇനി ശിവരാമേട്ടൻ, ശിവ, വിനോദേട്ടൻ, പ്രിയ, അരുൺ, അതുപോലെ കുറെ ആൾക്കാർ സുധരവരൊക്കെ ഒത്തിരി ട്രിപ്പുകളിൽ കൂടി വന്നത് 2021 നവംബർ തുടങ്ങിയുള്ള ബന്ധമാണ് ഇവര്. അതായത് വെറുതെ ഒരു യാത്രയ്ക്കുണ്ടായ ബന്ധമല്ല, അതൊരു ആത്മബന്ധമായിട്ട് മാറ്റിക്കൊണ്ടാണ് ഞങ്ങള് ഇന്നും നിലനിന്ന് പോകുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി പോകുന്നത്. ഞാൻ ഈ ഇല്ലിക്കൽ കല്ല് പാക്കേജ് എടുക്കുന്ന സമയത്ത് ആദ്യം ചിന്തിച്ചത് ഇല്ലിക്കൽ കല്ലും ഇലവിഴപ്പൂഞ്ചരം മാത്രമായിട്ട് പോയി കഴിഞ്ഞാൽ അതൊരു വലിയ യാത്രയായിട്ട് മാറില്ല. കുറെ ദൂരം വെറുതെ ഇരുന്ന് പോയി കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഈ 2 സ്ഥലങ്ങൾ മാത്രം കണ്ടുവരാന്നുള്ളത്. അങ്ങനെയാണ് അരീക്കലും കൊച്ചരീക്കലും കൂട്ടാൻ തീരുമാനമായത്. ഇത് രണ്ടും പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വാഹനം വേണം, ആദ്യം പോയി വരണം. അപ്പൊ അങ്ങനെ ഒരു ഇരിക്കുന്ന സുപ്രഭാതത്തിൽ ഞാൻ എന്റെ ബൈക്ക് എടുത്തിട്ട് ഒരു ഇറങ്ങി നേരെ മൂവാറ്റുപുഴ വഴി വന്നു. കാരണം ഒരു ബസ് പോകുമ്പോൾ എങ്ങനെ പോകണം ആ രീതിയിൽ വന്ന്, ഭക്ഷണം എവിടെയൊക്കെ അറേഞ്ച് ചെയ്യണം ആ രീതിയിൽ വന്ന് അവിടെ നിന്ന് വന്ന് അരീക്കല്, കൊച്ചരീക്കല്, കൂത്താട്ടുകുളം, രാമപുരം വരെ ബൈക്കിന് പോയി. അവിടെ നിന്ന് കോട്ടയം കോർഡിനേറ്ററെ കൂട്ടിക്കൊണ്ട് അദ്ദേഹത്തിന്റെ കാറിലാണ് ഇലവിഴപ്പൂഞ്ചിറയും ഇല്ലിക്കലും പോയത്. അങ്ങനെയാണ് ഈ പാക്കേജ് സെറ്റ് ചെയ്തത്. കാരണം ഒത്തിരി എൻക്വയറീസ് ഒക്കെ ഈ പാക്കേജിന് വേണ്ടിയുണ്ട്. കാരണം പ്രകൃതിയുടെ ഒരു വികൃതി എന്ന് തന്നെ പറയാം ഇല്ലിക്കല്ല്. അവിടുത്തെ ആ കാഴ്ചകള്, ആ കല്ലിന്റെ ഒരു പ്രത്യേകതകള്, അതൊക്കെ കാണാൻ ഇന്ന് പല നാനാ ഭാഗത്തുനിന്നും ആൾക്കാർ വരുന്നുണ്ട്. അതും KSRTC ഒരു ഭാഗമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിലുടനീളം നമ്മുടെ മലയാളികൾ കണ്ടിരിക്കേണ്ട ഒത്തിരി സ്ഥലങ്ങളുണ്ട്. പലപ്പോഴും നമ്മളത് കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് തേടി പോകുന്നതോടൊപ്പം നമ്മുടെ സ്ഥലങ്ങൾ, നാട്ടിലെ സ്ഥലങ്ങൾ കൂടിയും കണ്ടുപോവുകയാണെങ്കിൽ അതൊരു പ്രത്യേകത തന്നെയാണ്. അപ്പോ നമ്മളിപ്പോ ഏകദേശം മൂവാറ്റുപുഴ എത്തി. ഞാൻ അടുത്ത ആരാ പാട്ട് പാടുന്നേ? വനമേഖലയാണ്, വൃക്ഷങ്ങൾ കൊണ്ടിട്ടുള്ള ഒരു ഗുഹ എന്നാണ് പറയുന്നത്. മരത്തിന്റെ പൊത്ത് പോലത്തെ എന്തോന്നാണ് പറഞ്ഞത്, അറിയത്തില്ല.
അപ്പം നമ്മൾ കൊച്ചരിക്കൽ ഗുഹയിൽ നിൽക്കുകയാണ്. നമുക്ക് 1 മണിക്കൂറുകളുടെ സമയമുള്ളൂ. പക്ഷേ ഇവിടെ തന്നെ ലോക്കൽ ആൾക്കാരെന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു വന്നതെന്ന്. അപ്പോഴാണ് ഞാൻ തിരുവനന്തപുരത്തുള്ള ഒരു ആളുകൾ വരുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു എന്താ പറയുക, ഇപ്പോൾ നല്ല കാലാവസ്ഥയൊക്കെ ആയതുകൊണ്ട് ഒരു സേഫ്റ്റി ഉണ്ട്. അങ്ങനെ ഒരു കുഞ്ഞ് ടൂറിസം മാപ്പിൽ ഇടം നേടുന്ന ഒരു സ്ഥലമാണ് കൊച്ചരിക്കൽ ഗുഹ. വലിയ എക്സ്പ്ലോഷർ ഒന്നും കിട്ടിയ ഒരു സ്ഥലമല്ല. നല്ലൊരു കാഴ്ച, നല്ലൊരു രാവിലത്തെ. അരീക്കൽ വെള്ളച്ചാട്ടത്തിലൊക്കെയാണ് പോകുന്നത്. അരീക്കൽ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. പക്ഷേ എല്ലാവരും മടിച്ചിരിക്കുന്നു രാവിലെ ആയതുകൊണ്ട്, അല്ലെങ്കിൽ കുളിക്കാമായിരുന്നു. ഞാൻ കുളിക്കാണ്ടുള്ളൊരു തയ്യാറെടുപ്പിൽ വന്നത്. ആരെങ്കിലും ഉണ്ടെങ്കിൽ. നല്ല വെള്ളച്ചാട്ടമാണ്. ഇവിടുത്തെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ്. നല്ല രസമാണ്, നല്ല തണുപ്പ്. അപ്പം കുളിക്കാൻ പറ്റിയ സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കുളിച്ച് അത് കഴിഞ്ഞിട്ട് ഇല്ലിക്കൽ അത് കഴിഞ്ഞിട്ട് ഇലവിഴ പൂഞ്ചിറ നിങ്ങൾക്കറിയാൻ തോന്നുന്നു. ഇലവിഴ പൂഞ്ചിറ എന്നുള്ള സിനിമ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസിലാണ് ഈ പ്രദേശങ്ങളൊക്കെ കാണണമെന്ന് ഞാൻ തന്നെ വിചാരിച്ചത്. നല്ലൊരു പ്രദേശമാണ്. സിനിമയിൽ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിന് കഴിഞ്ഞിട്ട് കുറേ വ്ളോഗുകൾ കാണാൻ കഴിഞ്ഞു. ഞാൻ അത്യാവശ്യം എല്ലാവരും വ്ളോഗ്സൊക്കെ കാണുന്ന ഒരാളാണ്. അപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ അരീക്കൽ വെള്ളച്ചാട്ടമാണ്. നേരത്തെ കൊച്ചരിക്കൽ ഗുഹ കഴിഞ്ഞിട്ട് അരീക്കൽ വെള്ളച്ചാട്ടത്തിലാണ് വന്നിരിക്കുന്നത്. നല്ല കൽപ്പടവുകളൊക്കെ ഇട്ടിട്ടുള്ള, നേരത്തെ അവിടുത്തെ കൊച്ചരിക്കൽ ഗുഹ അതൊരു പണി നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇവിടെ നല്ല രീതിയിലുള്ള കൽപ്പടവുകളൊക്കെ കെട്ടിയിട്ടുണ്ട്. വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഫസ്റ്റ് വ്യൂ കാണാൻ പറ്റുന്ന നല്ലൊരു രീതിയിലാണ് ഇവിടെ പണിതിരിക്കുന്നത്. ഇതായിരുന്നു ഇറങ്ങി വരുമ്പോഴേ ഇങ്ങനെ വെള്ളച്ചാട്ടം കാണാം. കുറച്ച് വെള്ളം കുറവാണ്. ഈ ചേട്ടനുണ്ട്. ചേട്ടൻ്റെ ചാനൽ എന്താ ചേട്ടാ? എന്നെ കൊണ്ടൊന്ന് പ്രൊമോട്ട് ചെയ്യും. ട്രാവൽ രാവിലെ ഞാൻ കണ്ടുണ്ടോ തോന്നുന്നു. ആണോ? നീ ഇടയ്ക്ക് എന്താ വീഡിയോ ഉണ്ടോ? എനിക്ക് നല്ല ലൈറ്റ് ഉണ്ട്. എനിക്ക് ലൈറ്റില്ലടോ. ഇവിടുത്തെ ആൾക്കാരെ നോക്കുന്നു. ഇവിടെ ഈ ഒരു KSRTC ഇത്ര ഒരു വലിയ ബസ് നടക്കണമുണ്ട്. ഒരു കുഞ്ഞു സ്ഥലം, അതായത് അല്ലേ ടൂറിസം മാപ്പിലൊന്നും ഇടം പിടിക്കാത്തൊരു സ്ഥലം തന്നെ പറയാം. ഇവിടുത്തെ പ്രാദേശിക മറ്റേ തന്നെ ആൾക്കാർ വരുന്നതാണ്. പക്ഷെ 2014 തന്നെ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ കെട്ടിയിട്ടുണ്ട്. നല്ല മനോഹരമായ ഒരു പ്രദേശം. ഒരു റബ്ബറൊക്കെ ഉള്ള ഒരു ടിപ്പിക്കൽ കോട്ടയം, അല്ലെങ്കിൽ ഇത് എറണാകുളം ജില്ലയുടെ ഭാഗം. രസമാണ് ബാക്കിൽ മല. നമ്മളെ ഇല്ലിക്കലിലോട്ട് പോകുന്ന വഴിക്ക് കയറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തൊരു കയറ്റമാണ്. കയറ്റം വെച്ചാൽ കണ്ടാൽ തോന്നത്തില്ല കയറ്റത്തിൻ്റെ ഒരു കാഠിന്യം. പക്ഷെ അങ്ങനെ ബസ് നല്ല ഹീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ബസ് ഒന്ന് കുറച്ച് കൂളാവാൻ വേണ്ടി നമ്മളൊരു റിസോർട്ടിൻ്റെ അടുത്ത് ഇറങ്ങിയതാണ്. അവിടെയാണെങ്കിൽ ഒരു കല്ല് ഇങ്ങനെന്താ പറയുക, കല്ലുള്ളൊരു ആർട്ട്, അതായത് കല്ല് ഇങ്ങനെ കെട്ടിത്തൂക്കി നിർത്തിയതല്ല, അതുപോലത്തെ ഒരു ആർട്ട് കാണാനിടയുണ്ടായി. അതൊയ്യോ, ഇതൊരു കല്ല് കെട്ടിത്തൂക്കി നിർത്തുന്ന തോന്നുന്നില്ലേ? പക്ഷെ കല്ല് കെട്ടിത്തൂക്കി വെച്ചല്ല, ഒരു ആർട്ട് വർക്കാണ്. അടിപൊളി സംഭവം. കണ്ടാ തോന്നും എയറില് കല്ല് നിൽക്കുന്നവരെ തോന്നൂലേ? കയറ് കെട്ടിത്തൂക്കിയിട്ടില്ല, മേലോട്ടൊന്നുമില്ല. നല്ല രസമായിരുന്നു.
ഈ ഒരു കല്ല് കാണാനാണ് നമ്മൾ ഇത്രയും പാടുപെട്ട് ചാട്ടം പാടുന്നില്ല. വണ്ടി ലൈറ്റ് ഹൗസ് ഉണ്ട് കേട്ടോ ഇവിടെ അടുത്ത്. കണ്ടില്ലേ? പോവാ. നല്ല വ്യൂ ഇവിടെ നോക്കി നോക്ക്. നമ്മളിതിപ്പോ ഇല്ലിക്കൽ കല്ലിന്റെ പാർക്കിംഗ് ഏരിയയിലേക്ക് വന്നേക്കാണ്. DTPC അണ്ടറിലാണ് ഇവിടുന്ന് നമ്മൾ ജീപ്പിൽ പോകുന്നത്. അവരാണ് നമുക്ക് നിർദ്ദേശം തരാം. അപ്പൊ നമ്മളെല്ലാവരും ഇറങ്ങിയിട്ട് അവർ എത്ര സമയമാണെന്നുള്ളത് അവർ പറയും. അപ്പൊ ക്ഷമയോടുകൂടി വേണം നമ്മൾ പോകാനായിട്ട്. ജീപ്പിൽ കയറുന്ന അവിടുന്ന് നമ്മൾ ആൾക്കാർ വരുന്നതിന് മുറയ്ക്ക് അനുസരിച്ചിട്ട് സീനിയോറിറ്റി അനുസരിച്ചിട്ടാണ് നമ്മളെ കയറ്റി വിടുകയുള്ളൂ. അപ്പൊ ഇവിടെ വേറെ ആൾക്കാരൊക്കെ യാത്രക്കാരെ ഒത്തിരി പേര് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ രണ്ട് ജീപ്പ് കയറി ഇല്ലിക്കലിന്റെ വ്യൂ പോയിന്റ് കണ്ട് അവിടെ പറയുന്ന എല്ലാ വിവരങ്ങളും അതനുസരിച്ച് അതേപോലെ തന്നെ പ്രാവർത്തികമാക്കിയിട്ട് വേണം നമുക്ക് തിരിച്ചു വരാനായിട്ട്. ഇറങ്ങുന്ന എല്ലാവരും സൈഡിലൊന്ന് ഷട്ടറിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിക്കോളൂ. ഞങ്ങൾ ഇല്ലിക്കൽ കല്ലിന്റെ എന്താ പറയാ പാർക്കിംഗ് ഏരിയയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ജീപ്പിലാണ് പോകുന്നത്. അതെങ്ങനെ വന്നാലും ജീപ്പിൽ പോകേണ്ടി വരും. DTPCയുടെ അവരുടെ പെർമിഷനോട് കൂടിയേ പോകാൻ കഴിയത്തുള്ളൂ. അതിനുള്ള സമയം അനുവദിച്ചിട്ടുണ്ട്. എന്താ പറയുക, ഇല്ലിക്കൽ കല്ലും ഇലവിഴ പൂഞ്ചിറ എന്നൊക്കെ പറയുന്നത് എന്തോ കോട്ടയത്തിൻ്റെ അടുത്തുള്ള എവിടെയോ ഒരു ചെറിയൊരു ടോപ്പ് എന്താ പറയുക ടോപ്പിലുള്ള സ്ഥലമാണെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ എല്ലാം വൻ ഹൈ റേഞ്ചാണ്. ഒരുപാട് നല്ല ഹൈറ്റാണ്. ഒരു രക്ഷയില്ലാത്ത ഹൈറ്റാണ്. നല്ല വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഉച്ചയാണ്. നല്ല ഒരു ഫോഗൊന്നും ഇല്ലാതെ നല്ല അത്യാവശ്യം ചൂടുണ്ട്. പക്ഷേ ചൂടുണ്ടെങ്കിൽ പോലും തന്നെ നല്ല രീതിയിലുള്ള കാഴ്ച കാണാൻ പറ്റുന്നുണ്ട്. ദൂരോട്ടൊക്കെ കോടയുള്ള ഒരു ഭാഗമുണ്ട്. എന്നാലും നമ്മൾ ജീപ്പിന് വന്നവരെല്ലാം കൂടി ഡിവൈഡ് ചെയ്ത് ഒരുമിച്ച് ജീപ്പിൽ കയറി മേളിൽ പോയിട്ട് ഇല്ലിക്കൽ കല്ലിൻ്റെ കാഴ്ചകൾ കാണാം. ഏകദേശം ഒരു 10 മിനിറ്റ് എടുത്തു ഈ ഇല്ലിക്കല്ലിന്റെ ഈ ഒരു വ്യൂ കാണുന്നവരെ വരെ ജീപ്പിൽ നടന്നും വരാം. ഒരുപാട് പേര് നടന്നു വരുന്നു. എൻട്രി ഫീസിന്റെ 20 രൂപ അടച്ചിട്ട് നടന്നു വരാം. 20 രൂപയും പ്ലസ് ഒരു 39 രൂപ ജീപ്പിനും അടച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് ഇങ്ങെത്താം. കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. 3 4 ജീപ്പേ ഉള്ളൂ. ഇതാണ് ഇല്ലിക്കല്ല്. എന്താ പറയാ, കോട്ടയത്തിന്റെ ഉള്ള ഒരു ചെറിയൊരു ഹൈ റേഞ്ച് എന്നുള്ള രീതിയിൽ ഞാൻ അതിനെ ഒരു മുൻപ് ഇല്ലിക്കല്ല് വേണ്ട എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ വളരെ മനോഹരമായിട്ടുള്ള പ്ലേസ് ആണ്. ഇത് ഇങ്ങനെ മനോഹരമാക്കി നമ്മളെ കാണിക്കാൻ KSRTCയും കൂടെ ഒരു ചെയ്തു. അതായത് ഇത് മാത്രമായിട്ട് ട്രിപ്പ് വെച്ച് കഴിഞ്ഞാൽ രസമില്ല. നമ്മൾ അരീക്കലും കൊച്ചരീക്കലൊക്കെ കണ്ടിട്ട് വന്നപ്പോൾ ഇവിടെ ഉച്ചയായി. ഉച്ചയൂണ് കഴിഞ്ഞിട്ട് വരുമ്പം ഇല്ലിക്കല്ല് കാണാൻ നല്ല മനോഹരം. ഫോഗൊന്നും ഇല്ലാത്ത അവസ്ഥയാണ്. സാധാരണ ഇവരിങ്ങനെ വാഗമണ്ണ് പോകുമ്പോൾ ഈ ഇവിടെ നിന്നുള്ള നമ്മളെ മധ്യ കേരളത്തിൽ നിന്ന് വാഗമണ്ണിലോട്ട് പോകുമ്പം ഈ പ്രദേശം വഴി പോകുമ്പോൾ ഈ ഇല്ലിക്കല്ലിന്റെ വ്യൂ കാണാൻ പറ്റും. പക്ഷെ അപ്പോഴൊക്കെ കോട നിറഞ്ഞ് ഈ കല്ല് മൂടി നിൽക്കുന്നതായിരിക്കും. ഈ ഒരു ഭാഗത്താണ് വാഗമണ്ണ് വരുന്നത്. വാഗമൺ റോഡൊക്കെ ആ സൈഡ് വഴി പോകുന്നെന്ന് എല്ലാവരും പറഞ്ഞത്. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ച തന്നെ കാണാൻ കഴിഞ്ഞു. അതായത് ഫോഗില്ലാത്തത് കൊണ്ട് തന്നെ നല്ല കാഴ്ചയാണ്. ഇപ്പോൾ 1 മണി 1:30 സമയമായിട്ടേ ഉള്ളൂ. നല്ല ഒരു
അതുപോലെ വാഗമണ്ണിൻ്റെ തൊട്ടടുത്തുള്ളൊരു പ്രദേശവും ഈ മുൻപിൽ കാണുന്നത് വാഗമൺ ടൗൺ എന്നാണ് എല്ലാവരും പറയുന്നത്. എക്സാക്റ്റ് എനിക്ക് അറിയില്ല. എന്നാലും ഒരു ഭൂപ്രകൃതി വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗം വാഗമണ്ണ് തന്നെ ആകണമെന്നാണ്. വാഗമണ്ണിൻ്റെ ഒരു പ്രത്യേകത, ഒരുപാട് പ്രദേശം ഇങ്ങനെ പരന്നതുപോലെ തോന്നും. അപ്പം ഈ ഇല്ലിക്കലിൻ്റെ ഈ താഴെ ഭാഗത്ത് വരെയൊക്കെ തുടക്ക കാലങ്ങളിൽ ആൾക്കാർ പോകുമെന്നായിരുന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല. ഒരുപാട് അപകടങ്ങളൊക്കെ സംഭവിച്ച ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഇപ്പം DTPC, കോട്ടയം DTPC നല്ല രീതിയിൽ ഇതിന് ഇൻഫ്രാസ്ട്രക്ചർ നടത്തി കൈവരികൾ വെച്ചിട്ടുണ്ട്. സ്റ്റെപ്പില്ല, നോർമൽ രീതിയിൽ നടന്ന് വന്നിട്ട് ഇങ്ങനെ ഒരു ഹൈ റേഞ്ച് കാഴ്ച കാണാൻ കഴിയുന്നതാണ്. എന്തായാലും നല്ലൊരു കാഴ്ച തന്നെയാണ്. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് അറിയാലോ, ഇലവിഴ പൂഞ്ചിറയാണ്. കീപ് വാച്ച് ഇറ്റ്. അപ്പോൾ ഇല്ലിക്കല്ലിൻ്റെ ഇവിടുത്തെ ഈ കാഴ്ച നമുക്ക് ഒന്ന് നോക്കി നോക്കും, വളരെ മനോഹരം. അതെ, റിയലിസ്റ്റിക് ട്രാവലോഗ്. റിയലിസ്റ്റിക് ട്രാവലോഗ്. അതെ, കഴിഞ്ഞില്ലേ? എല്ലാരും കൂടി ഒരു യോയോ സൗണ്ട് വേണോ? അപ്പൊ ഇല്ലിക്ക് കണ്ടും ഫോട്ടോ എടുത്തും ടയർഡായി. കയറാൻ അത്രയ്ക്ക് പാടില്ല കേട്ടോ, സത്യമായിട്ട്. ഒരുപാട് മല കയറി ഇപ്പം എക്സ്പീരിയൻസ് ആയ സ്ഥിതിക്ക് ഇതൊരു കയറ്റം അത്രയ്ക്ക് കിടക്കുന്നില്ല. പക്ഷെ ഇവിടുത്തെ ചൂട് കാരണം ഭയങ്കര ടയർഡായിപ്പോയി. അപ്പൊ ഇല്ലിക്കൽ മേട് കഴിഞ്ഞിട്ട് ഇലവിഴ പൂഞ്ചിറയിലാണ് പോകുന്നത്. ഇവിടെ നിന്നും തിരിഞ്ഞു നോക്കുമ്പോൾ ഉള്ള കാഴ്ച ഉണ്ടല്ലോ, നേരത്തെ നമ്മൾ കയറി വരുമ്പോഴും കണ്ടായിരുന്നു, വളരെ മനോഹരമാണ്. എന്താ പറയാ, നമ്മളവിടെ താഴ്ന്ന് ജീപ്പ് വരുന്നത്, പാർക്കിംഗ് ഏരിയ എല്ലാം കാണാവുന്ന ഒരു സ്ഥലം. നമ്മളെ പാർക്കിംഗ് ഏരിയ ഇതൊക്കെ കാണുന്നത്. അവിടെ നിന്ന് നമ്മളിങ്ങനെ ജീപ്പ് പിടിച്ച് ഇങ്ങനെ കറങ്ങി ഈ ഇവിടം വരെ വന്നു. അവിടെ നിന്ന് ജീപ്പ് ഇറങ്ങി വീണ്ടും നടന്ന് കഴിഞ്ഞിട്ട് മേലെ കയറി ഈ കയറ്റം കയറി ഇങ്ങോട്ട് വന്നു. ഈ ചുറ്റിനും അവിടെ ഇടിമിന്നൽ ചാലകമുണ്ട്. നമ്മൾ അതിന്റെ മേളിലാണ് നിൽക്കുന്നത്. ഇടിമിന്നൽ വന്നു കഴിഞ്ഞാൽ ഒരു നിമിഷം ഇവിടെ നിൽക്കരുതെന്നാണ് പറയുന്നത്. ഒരു നിമിഷം പോലും നിന്ന ഒരു നിമിഷം കൊണ്ട് ജീവൻ പോവും. അപ്പൊ നമ്മൾ ടാറ്റ ബൈ ബൈ ഇല്ലിക്കൽ, നമ്മൾ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു പുതിയ ഡെസ്റ്റിനേഷനും കൂടി കീഴടക്കി സന്തോഷത്തോടെ താഴോട്ട് പോവാം. ആരോ പറഞ്ഞു ഞങ്ങൾ തീർന്നു. ഇപ്പൊ ഇലവിഴ പൂഞ്ചിറയിലേക്കുള്ള യാത്രയാണ്. അടുത്ത ജീപ്പ് സഫാരിയാണ്. കുറച്ച് നടക്കാറുണ്ട്, പക്ഷെ നമുക്ക് സമയം ഒരു വിഷയം ആയതുകൊണ്ട് നമ്മള് ജീപ്പിൽ കയറി പോകുന്നത് മാത്രമേ ഉള്ളൂ. നമ്മുടെ കാർ വരുമല്ലേ? ഫോറിനേഴ്സ് ഒക്കെ വരുന്നുണ്ടല്ലേ? ക്യാമറ ഗേൾ. അങ്ങനെ നമ്മളെ ഫൈനൽ ഡെസ്റ്റിനേഷനായ ഇലവിഴ പൂഞ്ചിറയിൽ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ഞാൻ വരുന്നത്. ഇലവിഴ പൂഞ്ചിറ സിനിമ കാരണം വളരെ ഫേമസ് ആയ പ്രദേശമാണ്. അത് എക്സാക്റ്റ് ഷൂട്ട് ചെയ്ത ലൊക്കേഷനാണത്. മിന്നൽ ചാലകവും അതിൽ മിന്നലിലെ ഒരു കഥാപാത്രം പോലെ അഭിനയിച്ച പ്രദേശം. അത് ഒരുപാട് ഡേഞ്ചറസ് സെറ്റിൽ കാണിക്കുന്ന ഒരു പ്രദേശമാണ്. പക്ഷെ അത്യാവശ്യം ഇവിടെ അത്രയ്ക്ക് ഡേഞ്ചറസ് ഒന്നുമില്ല. എല്ലാവരും വരുന്ന ഒരു പ്രദേശം.
അവിടുത്തെ കാലം ജീപ്പിൽ വന്നു. അവിടെ കുറച്ചുകൂടെ നിങ്ങൾ നടക്കാനുണ്ട്. വന്ന റോഡൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. വ്യക്തമായി നല്ല റോഡായിരുന്നു. ഈ സിനിമയിൽ ഇങ്ങനെ ഷോട്ടുണ്ട്. അവിടുന്ന് ജീപ്പ് വരുമ്പോൾ പതുക്കെ പോയി യൂണിഫോം ഒക്കെ മാറി റെഡിയായി നിൽക്കുന്നതായിട്ട് കാണിക്കും. അന്ന് ഈ റോഡ് ഇല്ല, മോശം റോഡിലാണ് കാണിക്കുന്നത്. നിങ്ങൾ നടന്നു പോകുമ്പോ അതാണ് കാണാൻ പറ്റുന്ന. ശരിക്കും എന്റെ വീട്ടിൽ നോക്കി കഴിഞ്ഞാൽ ഇത് വളരെ ലൈവായിട്ടാണ് കാണുന്നത്. പക്ഷെ ഇപ്പൊ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. അയ്യോ, ഇതാണ് ഒരു വലിയ ഒരു ബിൽഡിംഗ് പോണത്. ഷീറ്റ് വെച്ചേക്കണേ നേരെ ഇവിടുന്ന് ഒരു വെള്ള പൈപ്പൊക്കെ വെച്ചേക്കണം. അത് ഞങ്ങളുടെ അവിടുത്തെ ഒരു വലിയൊരു ഫാക്ടറിയാ. ആ ഫാക്ടറി പുഴയൊന്നുമല്ല ഇത്. കാഞ്ഞാറ് സ്ഥലമാണ്. മലയാള സിനിമയുടെ പുണ്യഭൂമി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഈ വെട്ടം ടൂറിസംകാരില്ലേ, അമേരിക്കൻ ബേസ്ഡ് ആയിട്ട് ചെയ്യുന്ന വെട്ടം എന്ന് പറഞ്ഞ വലിയൊരു ടൂറിസ്റ്റ് ഗ്രൂപ്പ്, അവരൊരു വലിയ പ്രപ്പോസൽ വെച്ചിട്ടുണ്ട് ഇവിടുത്തെ കളക്ടർക്ക്. ആ കാണുന്ന മല കണ്ടോ, ചെറിയൊരു കുറിപ്പുള്ള പറമ്പുകാട്ടുമല എന്ന് പറഞ്ഞ വലിയ ഒരു ചരിത്ര മല. അത് പറമ്പുകാട്ടുമല എന്ന് പറഞ്ഞ ആ മലയിൽ നിന്ന് ഇങ്ങോട്ട് റോപ്പേ വലിച്ചിട്ട് മറ്റേ കാറുണ്ടല്ലോ, 16 കിലോമീറ്റർ എയർ ഡിസ്റ്റൻസ് ഉണ്ട്. വെള്ളം കിടക്കണം. അത് മലങ്കര ഡാമിന്റെ റിസർവയർ. അത് മൂലമറ്റം പവർ ഹൗസ്. ഞാൻ പഠിച്ച കോളേജ് ആട്ടോ ഇത്. കാണുന്ന ഒരു മതില് പോലെ പഠിച്ചു വന്നപ്പോ ആന്ന് എറണാകുളം, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ 6 ജില്ലകൾ കാണാം. നല്ല ഈ ഫെബ്രുവരി മാർച്ച് മാസത്തിലെ മോർണിംഗ് സമയം. ആ സമയത്ത് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഭയങ്കര വ്യൂ ആയിട്ട് കിട്ടും. കാരണം വെച്ചാൽ ഇപ്പൊ ഈ കോടയല്ല, വേറൊരു സംഭവം ഇതിന് പറയുന്നത്. കോട ഇങ്ങനെ ഇത് അങ്ങ് നോക്കി ഞാൻ കാണുന്ന അങ്ങ് നമ്മൾ സൂക്ഷിച്ച് നോക്കണം. ചെറിയ ചെറിയ ഡാർക്കായിട്ട് ചെറിയ മലകൾ കണ്ടോ. മൂന്നാറൊക്കെ ഇവിടെ ലൈവായിട്ട് കാണാം. നല്ല ഡാർക്കായിട്ട് തേയില നിൽക്കുന്ന ശരിക്കും പറയാൻ പറ്റും. എളുപ്പമായില്ലേ? ഇലവിഴ പൂഞ്ചിറ സിനിമയിലെ ഒരു പ്രധാന ഭാഗമാണ്. ഒറിജിനലി ഇതൊരു പോലീസ് വയർലെസ് സ്റ്റേഷൻ ആയിരുന്നു തോന്നുന്നു. പക്ഷേ ഈ ഒരു സംഭവം ഉള്ളതായിട്ടുള്ള ഒരു പഴയകാല ഒരു ചിത്രീകരിച്ച പ്രദേശം. ഈ ജനറേറ്റർ റൂം എല്ലാം താഴെ മലങ്കര ഡാം എന്നാ പറയുന്നത്. നമ്മൾ വന്ന റോഡൊക്കെ നല്ല അടിപൊളി വിശാലമായിട്ട് കാണാം. കോട കയറി വരുന്നുണ്ട്. അടിപൊളി. പുറകെ മലങ്കര ഡാമിന്റെ ഒരു വൃഷ്ടി പ്രദേശമാണ് കാണാൻ കഴിയുന്നത്. നോക്ക്, അതാണ് ഇലവിഴ പൂഞ്ചിറ സ്ഥലം. ഇലവിഴ പൂഞ്ചിറ സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനും നല്ല പ്രകൃതിദത്തമായിട്ടുള്ള ഒരു പ്രകൃതി, ഭയങ്കര ഒരു ഫീലുള്ള സ്ഥലം. നമ്മളൊക്കെ അറിയുന്ന വഴിയൊക്കെ കാണാൻ കഴിയുന്ന പ്രദേശം. അങ്ങനെ ഒരുപാട് നാളായിട്ട് ചിന്തിച്ചിട്ട് ആ ഒരു സ്ഥലമെത്തി, ഇലവിഴ പൂഞ്ചിറ. അവരോട് പോയി ഫോട്ടോ എടുത്തുണ്ടെങ്കിൽ ഇത് ആ സിനിമയിലെ ലൊക്കേഷനാ. വയർലെസ് സ്റ്റേഷനാ, പോലീസ് വയർലെസ് സ്റ്റേഷൻ. അതിൻ്റെ അകത്ത് തങ്ങിയിട്ടുള്ള സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ള ബാക്കി സാധനങ്ങളൊക്കെ ആയിരിക്കും.
നമ്മൾ ഈ ഇലവിഴ പൂഞ്ചിറ കണ്ട് ഇറങ്ങിയിട്ടുണ്ട്. നടന്നാണ് മിക്കവരും പോകുന്നത്. പക്ഷെ കുറച്ച് ദൂരം, ഒരു 300-400 മീറ്ററേ ഉള്ളൂ. ഓഫ് റോഡാണ്. നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. ഈ 50 പേര് നടന്നു പോയിട്ട് വരുമ്പോൾ മൊത്തത്തിൽ തിരിച്ചു പോകാൻ സമയമില്ല. നമ്മൾ ഓൺ ടൈമിൽ തിരിച്ചെത്തി. നമ്മളിവിടെ ചായയൊക്കെ പാക്കേജ് ഇൻക്ലൂഡിലാണ്. അപ്പോൾ നമ്മുടെ യാത്രകളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നേരെ ചാലക്കുടിക്ക് പോകണം. ചാലക്കുടി ഇന്ന് രാത്രി 12:15 ചെന്നൈ എഗ്മോറിൽ കയറി തിരുവനന്തപുരത്ത് പോകണം. നാളെ ജോലിക്ക് പോകണം. അതാണ് പ്രധാന അടുത്ത കാര്യങ്ങൾ. അപ്പം വീഡിയോ യാത്ര ചെയ്ത് തുടങ്ങും മുമ്പേ ഉണ്ടായിരുന്നുള്ള ഒരു ഡെസ്റ്റിനേഷൻ ആയിരുന്നു ഇലവിഴ പൂഞ്ചിറ പോകണമെന്ന് ഫ്രണ്ട്സിനെയും കൂട്ടി. അങ്ങനെ ഒരുപാട് നമ്മുടെ പ്ലാൻ ചെയ്തിട്ട് നടക്കാത്തൊരു യാത്രയായിരുന്നു. അങ്ങനെയായിരുന്നു ഞാൻ ഒരുപാട് ഡിപ്പോകളുടെ നമ്പർ മേടിച്ച് കളക്ട് ചെയ്ത് വാട്സാപ്പ് ഗ്രൂപ്പിൽ അങ്ങോട്ട് ജോയിൻ ചെയ്തു. അതിൽ നല്ലൊരു ഡിപ്പോയാണ് ഈ ചാലക്കുടി ഡിപ്പോ. ഒരുപാട് യാത്രകൾ കണ്ടിട്ടായിരുന്നു. 10 കൂടുതലായിട്ടുള്ള വ്യത്യസ്തമായ യാത്രകളുണ്ട്. ഞാൻ ആദ്യം ആനക്കുളം വരാൻ വേണ്ടിയാണ് ഈ ചാലക്കുടി ഡിപ്പോ സെലക്ട് ചെയ്തത്. എന്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് ഒറ്റയടിക്ക് ആനക്കുളത്ത് യാത്ര ചെയ്യുമ്പോൾ ആനകളെ കാണാൻ കഴിയില്ല എന്ന് പൊതുവെ പറയാറുണ്ട്. അപ്പം സാറിന് എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമെങ്കിൽ നേരത്തെ പറഞ്ഞിരുന്നു, അത് ആനക്കുളത്ത് സ്റ്റേ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഹോസ്റ്റൽ പോലെ എന്തെങ്കിലും സ്റ്റേ ചെയ്യുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് ആനക്കുളം ആ ജംഗിൾ സഫാരി 2 ദിവസമാണെങ്കിൽ നല്ല ഭംഗിയുള്ള ആനയുടെ കാഴ്ചകളെ കാണാൻ കഴിയുന്നതായിരിക്കുന്നു. പ്രതീക്ഷിച്ച പോലെ തന്നെയായിരുന്നു സാറിന്റെ കോർഡിനേഷനും നമ്മുടെ സാഹചര്യ റിസോർട്ടിച്ച രീതിയെല്ലാം നല്ല കംഫർട്ടബിൾ ആയിരുന്നു. KSRTC യാത്ര ചെയ്യുമ്പോൾ സോളോ ട്രിപ്പാണ്, പക്ഷെ നമ്മളൊന്നൊരു ഫാമിലി ആയിട്ട് ആണ് ഇപ്പൊ മാറുന്നത്. അതുകൊണ്ട് സേഫ്റ്റിയുടെ കാര്യത്തിൽ 101% സേഫ്റ്റി ഉള്ള ഒരു KSRTC നമുക്ക് വലിയൊരു ശൃംഖലയാണ്. ഞാൻ ഡിപ്പോകളിൽ 5ാമത്തെ ഡിപ്പോ ഉള്ളത്. ഞാൻ മൂന്നാറിൽ വരെ പോയി യാത്ര ചെയ്തിട്ടുണ്ട്. ഏകദേശം എത്ര എണ്ണമെന്ന് എനിക്ക് അറിഞ്ഞിട്ടുണ്ട്. 20 യാത്രയാണെന്നാണ് വിചാരിക്കുന്നത്. 100 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ കുറെ യാത്രകളെല്ലാം BTC യാത്രയാണ്. നല്ലൊരു സേഫ് ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ കാഴ്ചകൾ കാണാൻ പറ്റും. കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് എല്ലായിടത്തും എത്തിച്ചേരാൻ കഴിയും.